ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി നോക്കാമേ. ഇതിനായിട്ട് ഫസ്റ്റ് ഒരു 2 സവാളയും ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാവേ. അടുത്ത് ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് കുരുമുളകും ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ച ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പൊട്ടറ്റോ വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ഇടാൻ പറ്റുന്നത് അത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ആ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറന്ന സമയത്ത് നമുക്ക് കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേന് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഇപ്പോൾ കറി വയ്ക്കാനൊക്കെ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.